സംഗീത്, എൻ്റെ വൈഫ് പ്രിയങ്ക, ആൾ ഡോക്ടറാണ്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ OMG കുറിച്ച് അറിയുന്നത് തന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഇൻസ്പെക്ഷനൊക്കെ പോകുമ്പോൾ പല സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുള്ള പ്രകാരം അറിയുന്നതാണ്. ഇവിടെ തന്നെ ചന്ദനാറിൽ വേറെ 2-3 പ്ലോട്ടുകളുടെ വിസിറ്റും കസ്റ്റമേഴ്സിന്റെ കാര്യത്തിൽ പോയി അങ്ങനെ സൈറ്റ് കണ്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത് പ്രകാരം മറ്റുള്ള വില്ലാസിലൊക്കെ നോക്കിയിരുന്നു. കമ്പാരിറ്റീവ്ലി ബെറ്റർ ഓപ്ഷൻ കണ്ടപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. കൺസ്ട്രക്ഷന്റെ ലെവലിൽ നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ സ്റ്റാൻഡേർഡിലുള്ള ഇത് തന്നെയാണ്. അതിനനുസരിച്ച് വർക്കുകൾ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചില സമയത്ത് ചില ഡിലേകൾ വന്നിട്ടുണ്ട്. അത് പ്രകാരം തന്നെ വർക്കും അതിനനുസരിച്ച് ഡിലേ വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം എന്നാലും നമുക്ക് ആ ഒരു എഗ്രിമെന്റ് ടൈമിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇനിയിപ്പോ പുതിയൊരു സ്ഥലമാണ് നമ്മൾ താമസിച്ച് വരുമ്പോഴേ അറിയുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ ആദ്യ താമസക്കാരാണ്. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഇനി വരുമെന്ന് തോന്നുന്നു. കാരണം കറണ്ട് കണക്ഷൻ, വാട്ടർ കണക്ഷൻ ഒക്കെ ഇനി സെറ്റപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായ ഇതൊരു സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പുതിയൊരു താമസം, പുതിയൊരു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതിൽ അതിന് വളരെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് വെരി ബിഗിനിങ്ങില് ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് മിസ്റ്റർ ശ്രീജിത്തിനെയാണ്. ശ്രീജിത്ത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഗൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലാതെ നമ്മൾ തനിയെ ഒരുപാട് പ്രാവശ്യം വന്ന് എന്താ ഏതാന്നൊക്കെ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വില്ല പ്രോജക്റ്റ് ചൂസ് ചെയ്യുന്നത്. പിന്നെ OMG ഹസ്ബൻഡ് പറഞ്ഞ പോലെ ഹസ്ബൻഡ് സൈറ്റ് ഇൻസ്പെക്ഷനൊക്കെ പോയിട്ടാണ് നമ്മൾ OMG ചൂസ് ചെയ്തത്. നമ്മൾ ഇതിനു മുന്നേ മരുത റൂട്ടിലുള്ള നിങ്ങളുടെ OMG പ്രോജക്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഈ സൈറ്റ് നമ്മൾ നോക്കാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ ആക്ച്വലി ഇവിടെ അല്ല ആദ്യം വന്നത്, ചന്ദ്രനഗറിൽ തന്നെ വേറൊരു സൈറ്റിലാണ് കണ്ടത്. പിന്നെ ഇവിടെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്, കുറെ പ്ലോട്ട്സ് ഉണ്ട്, കുറെ വീടുകൾ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വർക്ക് വൈസ് നമ്മൾ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 12 to 15 months ആയി. ഇപ്പോൾ 15 monthsൽ തന്നെ കറക്റ്റായിട്ട് തന്നെ ഡെലിവറി തന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് പ്ലാനിങ്ങിൽ ഡയഗ്രാം ഒക്കെ തന്നതിലൊക്കെ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് അതിനെ ചേഞ്ച് ചെയ്ത് നമ്മുടേതായ രീതിയിൽ ഉള്ളിൽ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ചെറിയൊരു ഇഷ്യൂ ആദ്യം ഉണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞാൽ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പുറത്ത് ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ OMGക്കാർ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ പ്ലസ് ആണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അല്ല നമ്മളിവിടെ കാണുന്നത്. അപ്പൊ നമ്മള് സൈറ്റിൽ കാണുന്നവരും കോർഡിനേറ്റ് ചെയ്യുന്ന ടീമും രണ്ടായോണ്ട് അതിൻ്റെതായ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം കോർഡിനേറ്റ് ചെയ്യുന്നവർ കുറച്ചും കൂടെ നന്നായി കോർഡിനേറ്റ് ചെയ്യും, സൈറ്റിലുള്ളവർക്ക് ആ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരിക്കില്ല, അത് വേണോ വേണ്ടേ. പിന്നെ അവര് എല്ലാ കാര്യത്തിലും നമ്മളിവിടെ വരുമ്പോൾ കോർഡിനേഷൻ ടീമിനോട് ചോദിക്കാം, അവരോട് ചോദിച്ചിട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അത് നിങ്ങളുടെ ഇന്റേണൽ ഇഷ്യൂസ് ആണ്. അതൊക്കെ എല്ലാം തരണം ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചു. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത്, നേരത്തെ ഒരു സൈറ്റ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഷമീർ. വളരെ നന്നായിട്ട് ആദ്യം മുതലേ നമുക്കൊരു ഇതൊരു സ്ട്രക്ചർ ഉണ്ടായി വരുന്നവരെ ആക്ച്വലി ഷമീർ ഉണ്ടായിരുന്നു. അപ്പൊ ഷമീറിന്റെ കോർഡിനേഷൻ വളരെ നല്ലതായിരുന്നു. പിന്നീട് ഹരി ടേക്കപ്പ് ചെയ്തപ്പോൾ ഹരിക്ക് വർക്കുകൾ പറഞ്ഞു തരാനൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഹരിക്ക് നമ്മളെ അറിയാത്തതിന്റെയും സൈറ്റിൽ പുതിയതായിരുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ ഹരിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ എൻഡ് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പം പറയാനുള്ളത് ഹരിയെ പറ്റിയും ജിജിത്തിനെ പറ്റി എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല പറയാനായിട്ടുള്ള. കാരണം നമ്മൾ വളരെ ഫ്രീക്വന്റ്ലി കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോൾ സൈറ്റിൽ വന്നാലും സൈറ്റിൽ ഹരി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞു തരുന്നത് ഹരിയായിരുന്നു. അപ്പൊ ഹരിയുടെയും ഒരു റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് കാണുന്നു. പിന്നെ നമ്മളിന്ന് ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാൻ പ്രോജക്ട് മാനേജറുമായിട്ട് കുറെ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. പുള്ളിക്കാരനും താങ്ക്സ്. അറ്റ് ദ ലാസ്റ്റ് ഐ വോണ്ട് ടു താങ്ക് മിസ് സിത്താര.
കാരണം സിത്താരയാണ് നമ്മുടെ ഫ്രം ഡേ 1 ടിൽ ദിസ് ഡേ ഈ വീട് ഉണ്ടാവുന്നവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്തത് സിത്താരയാണ്. പിന്നെ വേറെ വെള്ളം, ഇലക്ട്രിസിറ്റി, വെള്ളത്തിനുള്ള പ്രൊവിഷൻ ആക്ച്വലി ഫുള്ളി ആയിട്ടില്ലെങ്കിലും നമ്മളുടെ ആവശ്യപ്രകാരം സിത്താരയും പ്രോജക്ട് മാനേജറും ചേർന്ന് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. മീൻസ് പറഞ്ഞ ഡെഡ് ലൈനിന്റെ ഉള്ളിൽ തന്നെ അത് ഫുൾഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ കഴിഞ്ഞു. പക്ഷെ വെള്ളത്തിനുള്ള ബേസിക് നീഡായിട്ടുള്ള വെള്ളം, ഇലക്ട്രിസിറ്റി അതൊക്കെ ടൈംലി പറഞ്ഞ ഡേറ്റിന് പറഞ്ഞ ടൈമിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതില് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ആക്ച്വലി അത്രയും അധികം ഇതിനകത്ത് ഈ പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ഈ എൻഡ് വരെ ഞാൻ ഫുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഒരു മിഡിൽ ഫേസ് വരെ ഹസ്ബൻഡ് മാത്രമാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹസ്ബൻഡ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷമാണ് ഞാൻ ആക്ച്വലി ഡീൽ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അത് വളരെ സ്മൂത്ത് ആക്കി തന്നത് ഈ OMG ടീം തന്നെയാണ്. ചെറിയ ചെറിയ ഇഷ്യൂസിന് ഞാൻ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളായിട്ടൊക്കെ കുറെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അറ്റ് ദ എൻഡ് ഇന്ന് ഈ ദിവസത്തിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പോടുകൂടി തന്നെയാണ്. പിന്നെ ലാസ്റ്റായിട്ട് പറയാനുള്ള എന്താന്ന് പറഞ്ഞാൽ ഈ വീട് മണ്ണിൽ നിന്ന് ഈ സ്ട്രക്ചർ വരുന്നതിന് എത്തിച്ചു തന്ന എല്ലാ ലേബറേഴ്സിനും അതും ഒരു ബിഗ് താങ്ക്സ്. കാരണം അവരും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആയത്. ഇനി ഇപ്പോൾ നമ്മൾ ഇതിന് ഹൗസായിട്ട് മേടിച്ചിരിക്കുന്നു, ഇനി ഇതിനെ ഹോമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.